നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറയുന്നത് എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ബാബു. അത്ര ഒരു മനസ്സല്ല എൻ്റെത്. പിന്നെന്താ ഉണ്ടായ സാറേ? മതി നന്ദിനിടത്തി. നന്ദിനിടത്തിയുടെ കൈ തന്നെ ഒരു മെഡിസിൻ. ഒറ്റ തിരുമൽ തന്നെ വേദന പോയി. ഏട്ടത്തിയുടെ അമ്മ ഏട്ടത്തി ഇരട്ട പറ്റതാണോ? ഇരട്ട പറ്റതോ? ആ, ഇരട്ട പെറ്റ രണ്ടുപേരിൽ ഒരാൾ തിരുമിയാൽ വേദന പോകുമെന്ന ഒരു പഴമൊഴി. പഴമൊഴി എന്താണെങ്കിലും ഇവൾ നിനക്കിട്ടൊന്ന് താങ്ങിയതാ. അച്ഛാ, എന്തെങ്കിലും ചെയ്യട്ടെ, ചെയ്യുന്നവർക്ക് തന്നെ അനുഭവം കിട്ടും. കുഞ്ഞമ്മയുടെ വേദനയൊക്കെ മാറിയല്ലോ. സാരമില്ലട മോനെ കാർത്തി. കാർത്തേട്ടാ, നമ്മൾ പോയപ്പോ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലേ പോയത്? അതെ, എന്താ മീനാക്ഷി? അല്ല, ഞാൻ കുഴമ്പെടുക്കാൻ ചെല്ലുമ്പോ മുറി തുറന്നു കിടക്കുന്നു. അതെങ്ങനെ? ആ അതെ, അതിവിടെ പുതിയൊരു സ്വീപ്പർ ഉദയം ചെയ്തു. സ്വീപ്പറോ? ആ ശ്രീമതി മൈഥിലി. അവളെന്തിനാ ഞങ്ങളുടെ മുറി കയറിയത്? അവൾ ആ മുറി മാത്രമല്ല, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന്റെ വിശേഷമായി ഇപ്പൊ ഇവിടെ കണ്ടത്. മാലതി അടിതെറ്റി വീണു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഇവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്ത് പറ്റി മീനാക്ഷി? നിന്റെ മുഖം എന്താ പെട്ടെന്ന് വാടിയത്? കാർത്തേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ടെൻഷൻ? തുറന്ന് പറയ്. നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോ ആ മൈഥിലി സ്വീപ്പറായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ തരികടയുണ്ട്. വാട്ട്? അവൾ ഇടയ്ക്കിടെ നമ്മുടെ മുറിയിൽ കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഡ്രസ്സ് വിട്ട് നമ്മുടെ മുറി നിന്നില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ സംഗതി സംതിങ് റോങ്. അവൾ എന്തിനാ നമ്മുടെ മുറിയിൽ ഇങ്ങനെ ഒളിച്ചു കിടക്കുന്നത്? അത് എന്തിനാണെന്ന് ഉറപ്പിച്ചു പറയാറായിട്ടില്ല. പക്ഷെ എന്തിനാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും, തീർച്ച. എന്താ ബാബു, ബാബുനെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല സാറേ. കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാ. അങ്ങനെ സമൂഹം കാണുന്നത്. സത്യത്തിൽ ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാണോ ബാബു? ഒരിക്കലുമല്ല. പക്ഷെ ഉള്ളത് പറയാലോ, ഞാനൊരു ക്രിമിനൽ തന്നെയാ, പക്കാ ക്രിമിനൽ. എന്തായാലും ബാബു ഇത് തുറന്നു പറഞ്ഞല്ലോ, അതും ഒരു സന്മനസ്സാണ്. നമ്മള് ഒരേ സെല്ലിൽ ഒത്തിരി നേരം കിടന്ന് പരസ്പരം പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മള് മനുഷ്യരാണോ സാറേ? ഞാൻ പല പ്രാവശ്യം സാറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ സാറ് സോറി ബാബു, ഞാൻ അപ്പോഴൊക്കെ പലതരം വിഷമങ്ങളിലായിരുന്നു. ഓരോന്ന് ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടം. സാറിനെ അല്പം മുമ്പ് കാണാൻ വന്നില്ലേ കാർത്തിക് സാറ്? കാർത്തിക് സാറ് സാറിന്റെ ആരാ? കാർത്തികിനെ ബാബു അറിയൂ? അറിയാവോന്ന്? സാറേ, ഞാൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ നേതാവോ കുറ്റവാളിയോ അല്ല സാറേ. ഞങ്ങൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയാതിരിക്കുന്നില്ലല്ലോ. ഈ കാർത്തിക് സാറ് ജയറാം സാറിന്റെ ആരാ? കാർത്തിക് എന്റെ അനന്തരവനും മകളുടെ ഭർത്താവുമാണ്.
ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല ബാബു ഇതിനകത്ത് കിടക്കുന്നത്. എന്നെ കുറ്റക്കാരനാക്കിയതാ വ്യക്തിവൈരാഗ്യം. സാറിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറയുന്നത്? എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല ബാബു. അത്ര ഒരു മനസ്സല്ല എൻ്റെത്. പിന്നെന്താ ഉണ്ടായി സാറേ? എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ബാബുവിനോട് ഞാനത് പറയാം. ഇവളെന്താ നിങ്ങളെ വിളിക്കുന്നേ? അത് ഞാനെങ്ങനെ അറിയാനാ? എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ കോണ്ടാക്ട് ഉണ്ട് അല്ലേ? സാറിന്റെ മുഖം കണ്ടാലറിയാം സാറിന് ഒരു കുറ്റം ചെയ്യാൻ പറ്റില്ലെന്ന്. സാറിന്റെ മുഖത്തിന് തന്നെ എന്തൊരു വെളിച്ചോ. ആ ദൈവാനുഗ്രഹം മുഖത്ത് കാണും സാറേ. പക്ഷേ ദൈവം ശപിച്ചല്ലോ സാറേ. പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഒരു കൊട്ടേഷൻ ടീം എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഇന്റലിജൻസ് വഴി വിവരം ചോർത്തി അന്നെന്നെ രക്ഷിച്ചത് എൻ്റെ മരുമകൻ കാർത്തിയായിരുന്നു. ഓ, ഒരിക്കൽ കൂടി സാറിനെ മരുമോൻ രക്ഷിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് സാറിനെ കൊല്ലാനാ. വലിയ പോലീസ് ഏമാന്മാരുടെ അറിവോടുകൂടിയ സാറേ എന്നെ കൊട്ടേഷൻകാരനാക്കി ഇതിനകത്തിട്ടിരിക്കുന്നത്. ബാബു, പക്ഷേ സാറിനെ ഞാൻ കൊല്ലില്ല. പല പ്രാവശ്യം ഞാൻ കൊല്ലാൻ ഒരുങ്ങിയതാ. പക്ഷേ എനിക്ക് കഴിയില്ല സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.